തിരൂരിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു. സംഭവത്തിൽ താനൂർ സ്വദേശി ആബിദ് അറസ്റ്റിലായി. തർക്കത്തിനിടെ തിരൂർ സ്വദേശിയായ ഹംസയെ ആബിദ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. സമീർ ബിൻ കരീം വീണ്ടും ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ സമീർ, ഏത് സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായി ഇദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്? ഇന്നലെ രാവിലെ 8 മണിയോട് കൂടിയാണ് തിരൂരിൽ ഹംസ എന്ന് പറയുന്നയാളെ KG പടിയിലുള്ള കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായത്. അതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ താനൂർ സ്വദേശിയായിരിക്കുന്ന അരിയന്റെ പുരക്കൽ ആബിദ് എന്ന് പറയുന്നയാളെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രകാരമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഹംസയും ഈ ആബിദും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനിടയിൽ ഹംസയെ ആബിദ് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഈ മർദ്ദനത്തിൽ ഈ ഹംസയുടെ വയറിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അങ്ങനെ ഈ പരിക്കിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് നിലവിൽ ഈ ആബിദാണ് ഈ കേസിലെ പ്രതി എന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ ആബിദ് ഹംസയെ മർദ്ദിക്കുന്നതിനാണ് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആബിദാണ് പ്രതി എന്നും അങ്ങനെ ആബിദിനെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെയാണ് നിലവിൽ ആബിദിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ ഹംസയെ മരിച്ച നിലയിൽ കാണുന്ന ഘട്ടം ഉണ്ടായ സമയത്ത് തന്നെ ഹംസയുടെ മൃതദേഹത്തിന് അരികിൽ നിന്നും രക്തം പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടായിരുന്നു. പിന്നീട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് പോലീസ് കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയും അതിന് പിന്നാലെ നിലവിൽ ആബിദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ. ജി മുട്ടട പറയുന്നത് രത്തൻ ടാറ്റയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കുക എന്നത് താങ്കളുടെ സ്വപ്നമാണെന്ന് താങ്കൾ ഒരിക്കലും പറഞ്ഞു. ആ കൂടിക്കാഴ്ച എത്രയും പെട്ടെന്ന് സംഭവിക്കണമെന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത്. അരുൺ മുട്ടട പല ആളുകളും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത്ര സുഖകരമല്ലാത്ത രീതിയിൽ പോകുന്നതുകൊണ്ട് അദ്ദേഹം ഒരു അഭിമുഖവും ഒരു മീറ്റിങ്ങും അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ചായിരുന്നു. കാരണം രത്തൻ ടാറ്റ എന്ന് പറയുന്ന മൂല്യബോധമുള്ള ഈ വ്യവസായിയെ ഒന്ന് പരിചയപ്പെടുക, അദ്ദേഹവുമായി അല്പനിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വ്യവസായം നടത്തുമ്പോൾ ബാക്ക്ഡോർ ഓപ്പറേഷൻസ് വേണ്ട എന്ന് പ്രൂവ് ചെയ്ത ലോക വ്യവസായിയായിട്ടാണ് രത്തൻ ടാറ്റ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ താല്പര്യം. ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായാലും ആ സമ്മർദ്ദത്തിലൊന്നും അദ്ദേഹം മുഖം കുത്തി വീഴാറില്ല എന്നത് ഒരു ചരിത്രമാണ്.